ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പൂജാമുറിയിൽ കയറിയിരിക്കുകയാണ് രാധിക. കണ്ണൻ്റെ മുന്നിലേക്ക് വന്നിട്ട് വിളക്ക് തെളിയിക്കുന്നു. ശേഷം രാധിക പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. ശേഷം മുറിയിലേക്ക് ചെന്ന് ബാഗ് തുറന്ന് നോക്കുകയാണ് രാധിക. അതിലുള്ളതൊക്കെ എടുത്ത് മാറ്റിവെക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അതിൽ കിടന്ന താലി കിട്ടുന്നത്. ആ താലി കണ്ട രാധിക ഒരു ഞെട്ടലോടെ നിൽക്കുന്നു. ഇത് തൻ്റെ താലിയാണെന്ന് രാധികയ്ക്ക് മനസ്സിലായിരിക്കുന്നു. എന്തായാലും അവസാനം അത് രാധികയുടെ കയ്യിൽ തന്നെ വന്നു. അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇപ്പോൾ രാധിക. പെട്ടെന്ന് തന്നെ രാധിക ആ താലിയുമായി പൂജാമുറിയിലേക്ക് വന്നു. ഭഗവാനെ, ഇത് മറ്റുള്ളവരെ അറിയിച്ചാൽ ഇത് ഞാൻ മോഷ്ടിച്ചതാണെന്നേ പറയൂ. ഞാൻ ഇതെന്താണ് ചെയ്യേണ്ടത്? ഇത് എൻ്റെ കഴുത്തിൽ വീണ താലിയാണ്. ഞാനിത് സ്വീകരിക്കണോ അതോ ഉപേക്ഷിക്കണോ എന്നൊക്കെ രാധിക കണ്ണനോട് ചോദിക്കുന്നു. അതിൽ നിന്നും ഒരു പൂ താഴേക്ക് വീണു. അവകാശങ്ങളൊന്നും ചോദിക്കില്ല, ഞാൻ ആരോടും ഒന്നും പറയില്ല. ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു. അവിടുത്തെ അനുഗ്രഹത്തോടെ ഞാനിത് കഴുത്തിൽ അണിയുകയാണെന്ന് രാധിക പറയുന്നു. വളരെ സന്തോഷത്തോടെ തന്നെ രാധിക ആ താലി മാലയിൽ കോർത്തു. എന്നിട്ട് തൻ്റെ കഴുത്തിലേക്ക് ഇടുകയാണ് മാല. ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയും ആ താലിയെ വണങ്ങുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ച് ആ താലി ഒളിപ്പിച്ച് വെക്കുകയാണ് രാധിക. എന്നിട്ട് അവിടെ ഇരുന്ന കുങ്കുമം എടുത്ത് തൻ്റെ നെറ്റിയിൽ ചാർത്തുകയാണ് രാധിക. ഇതാണ് എൻ്റെ ജീവിതം, രഹസ്യമായി മാത്രമായി ഇരിക്കട്ടെ എന്ന് രാധിക പറയുന്നു. ഇതേ സമയം കണിമംഗലത്ത് കിച്ചണിൽ നിൽക്കുകയാണ് പ്രിയങ്ക. ചായ ഇടുന്നു. ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കണം. അങ്ങനെ വരുണിൻ്റെ മനസ്സിലേക്ക് കയറാൻ പറ്റൂ. എന്നിട്ട് വേണം എൻ്റെ ഓരോരോ സ്വപ്നങ്ങൾ നടത്തിയെടുക്കാൻ എന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുന്നു. ഇതേ സമയം ചായ തിളയ്ക്കുകയായിരുന്നു. പെട്ടെന്ന് അതിലേക്ക് പിടിക്കുമ്പോൾ കൈ പൊള്ളുന്നു. എന്ത് പറ്റും മോളെ എന്ന് പറഞ്ഞ് പത്മിനി അവിടേക്ക് ഓടിയെത്തി. സൂക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് കുറച്ച് തേൻ പ്രിയങ്കയുടെ കൈവിരലിലേക്ക് ഇട്ട് കൊടുത്തു. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പത്മിനി പറയുന്നു. ഉർവശിയും കൽപ്പനയും അവിടേക്ക് വന്നു. എന്താണെന്ന് പറയുന്നു. ചായ ഇറക്കാൻ തുടങ്ങിയപ്പോൾ മോളുടെ കൈ ഒന്ന് പാത്രത്തിൽ തട്ടിയെന്ന് പത്മിനി. അതൊന്നും ശീലമില്ലായിരിക്കും, എന്തിനാണ് വെറുതെ നിർബന്ധിക്കുന്നത് എന്ന് ഉർവശി. ആര് നിർബന്ധിച്ചു? ഞാൻ വരുമ്പോൾ കുളിയും കഴിഞ്ഞ് കുറിയും തൊട്ട് മോള് അടുക്കളയിൽ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള കാഴ്ച തന്നെ ഒരു ഐശ്വര്യമാണ്, കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളുടെ ലക്ഷണം എന്നെ പത്മിനി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട്. ഇതിനു മുന്നേ ഇതൊക്കെ കണ്ടതാണ്. പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നല്ലേ ചൊല്ല്. 3-4 ദിവസം കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. ഇരിക്കട്ടെ, പത്മിനി പറയുന്നു. നല്ലത് കണ്ടാലേ അംഗീകരിക്കണം. എന്നിട്ട് അതിൽ നിന്നും ഒരു ഗ്ലാസ് ചായ എടുത്ത് പ്രിയങ്കയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് വരുണിനെ കൊണ്ടുപോയി കൊടുക്കാൻ. ഈ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ്. വരുണിന്റെ കണ്ടെത്തൽ വെറുതെ ആയില്ല എന്ന് പത്മിനി. അതെ, കണ്ടെത്തലിന്റെ മിടുക്കാണല്ലോ ഇന്നലെ രാത്രി മുഴുവനും അവൻ ഇവിടെ കാണിച്ചു കൂട്ടിയത്. മിക്കവാറും ഏടത്തിയുടെ ഐശ്വര്യമുള്ള കുട്ടിയെ ഇന്ന് തന്നെ അവൻ ഇവിടുന്ന് പറഞ്ഞു വിടുവെന്ന് തോന്നുന്നത് എന്ന് ഉർവശി പറയുമ്പോൾ പത്മിനി പറയുന്നു. ഇന്നലെ അവനെന്തോ തെറ്റുപറ്റി, അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മൾ മുതിർന്നവരുടെ ഉത്തരവാദിത്വമല്ലേ. പ്രിയങ്ക മോളെ പോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കും കഴിയില്ല. അമ്മ കൂടുതൽ അവളെ അങ്ങ് തലകേറ്റി വെക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ അഹങ്കാരം കൂടിക്കോളും എന്ന് കൽപ്പന പറയുമ്പോൾ പത്മിനി പറയുന്നു. അഹങ്കാരം ആർക്കാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇപ്പോൾ രണ്ടാളും ചായ കുടിക്കെന്ന് പറഞ്ഞ് 2 പേർക്കും ഓരോ കപ്പിൽ ചായ ഒഴിച്ചു കൊടുത്തിട്ട് പത്മിനി അവിടെ നിന്ന് പോയി. അവള് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലോ എന്ന് ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നു. അവള് തുടങ്ങി, നമ്മൾ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചായ കുടിക്കുന്നു. ബിജു ആണെങ്കിൽ പുറത്ത് വണ്ടി കഴുകിക്കൊണ്ട് നിൽക്കുന്നു. വളരെ ധൃതിയോടെ തന്നെ വരുൺ അവിടേക്ക് റെഡിയായിട്ട് ഇറങ്ങി വരുന്നു. മറ്റൊരു കാർ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ബിജു പറയുന്നു, എങ്ങോട്ടായി ഇത്ര രാവിലെ എന്ന്. വരുൺ പറയുന്നു, ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ലല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തിക്കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ നിർത്തിക്കളയാം. അത് വീട്ടിലെ ഇതുവരെ നേരം വെളുത്താൽ ഇതെല്ലാം മാറുമെന്നാണ് ഞാൻ കരുതിയതെന്ന് ബിജു. എത്ര നേരം വെളുത്താലും ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണിനെ എനിക്ക് മറക്കാൻ കഴിയില്ല എന്ന് വരുൺ. ഇവിടെ എല്ലാവരും വരുണിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. മുത്തശ്ശിയായാലും അച്ഛനായാലും അമ്മയായാലും അവരെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും എടുക്കരുത് ആ പെൺകുട്ടിയെ എന്ന് ബിജു പറയുമ്പോൾ വരുൺ പറയുന്നു, അവളൊരു വലിയ കള്ളമാണ്. അവൾ വാതുറന്ന് ആരോടും പറയില്ല. കാരണം കണിമംഗലത്തെ മരുമകൾ എന്ന സ്ഥാനം അവളെ അത്രയ്ക്ക് മോഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബിജു, ഒരു ദിവസമല്ല, ഒരാണ്ടല്ല, ഇനി ഒരു 1000 വർഷങ്ങൾ കഴിഞ്ഞാലും എനിക്ക് അവളെ ഭാര്യയായി സങ്കല്പിക്കാൻ സാധിക്കില്ല. എനിക്ക് സ്വപ്നങ്ങൾ തന്ന ഒരു പെണ്ണുണ്ട്, എനിക്ക് സ്നേഹം തന്ന ഒരു പെണ്ണുണ്ട്. അവളെ തേടി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞ് വരുൺ പോകാൻ തുടങ്ങിയപ്പോൾ ബിജു വീണ്ടും വരുണിനെ തടയുന്നുണ്ടായിരുന്നു. നീ ഒന്ന് മാറിക്കേ, ഇത് എൻ്റെ ജീവിതമാണ്, ഇതിൽ വിട്ടുവീഴ്ച ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞ് വരുൺ വണ്ടിയെടുത്ത് പോകുന്നു. ചായയുമായി പ്രിയങ്ക അവിടേക്ക് വന്നതായിരുന്നു.
ബിജു വരുൺ എങ്ങോട്ടാ പോയതെന്ന് പ്രിയങ്ക. അത് പിന്നെ ഇന്നലെ കല്യാണത്തിന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ, ആർക്കോ പൈസ കൊടുക്കാനുണ്ടായിരുന്നു, അതിന് പോയതാണെന്ന് ബിജു. ചായ കൊടുക്കാൻ ഞാൻ മുറിയിലേക്ക് ചെന്ന് നോക്കി, അവിടെ കാണാതിരുന്നപ്പോൾ ബാത്റൂമിൽ നോക്കി, എന്നോടൊന്ന് പറഞ്ഞതുപോലും ഇല്ല എന്ന് പ്രിയങ്ക. അത് വരുണിന്റെ ചില രീതികൾ അങ്ങനെയാണ്. ഒരു കാര്യം മനസ്സിൽ തോന്നിയാൽ അത് അപ്പോൾ ചെയ്യണം, ചെയ്ത് തീർത്താലേ സമാധാനമുള്ളൂ. ഇപ്പോൾ തന്നെ തിരിച്ചു വരുമെന്നും ബിജു പറയുമ്പോൾ അകത്തേക്ക് ചായയുമായി പോവുകയാണ് പ്രിയങ്ക. ചേച്ചി അന്വേഷിച്ചാണോ ഇനിയിപ്പോൾ എല്ലാം തെളിയിക്കാൻ പുറപ്പെട്ടതാണോ എന്നൊക്കെ പ്രിയങ്ക വിചാരിക്കുന്നുണ്ട്. ഉടൻ തന്നെ പ്രിയങ്ക രാധികയുടെ ഫോണിലേക്ക് വിളിക്കായിരുന്നു, പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് പകരം ചേച്ചി ഈ കണിമംഗലത്തെ സൗഭാഗ്യങ്ങളിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ആശങ്കയിലാണ് പ്രിയങ്ക. ഇതേ സമയം പൂജാമുറിയിലായിരുന്നു രാധിക. അവിടേക്ക് മുത്തശ്ശി വന്നു. അയ്യോ എന്താടി, പൂജാമുറിയിൽ നീ സ്ഥിരതാമസമാക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു. എഴുന്നേറ്റ് പോ, ബാക്കിയുള്ളവർക്ക് തൊഴണമെന്നും മുത്തശ്ശി പറയുമ്പോൾ പെട്ടെന്ന് തന്നെ രാധിക അവിടെ നിന്ന് എണീക്കുന്നു. അപ്പോഴാണ് രാധികയുടെ നെറുകയിലെ സിന്ദൂരം മുത്തശ്ശി കാണുന്നത്. ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് മുത്തശ്ശി പറയുന്നു, നിൽക്കവിടെ. എന്താടി നിന്റെ നെറ്റിയിൽ, നീ എന്തിനാടി നെറ്റിയിൽ സിന്ദൂരം ഇട്ടത്? കഴിഞ്ഞത് മറന്നു കളയണമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഇത് ചാർത്തിയിരിക്കുന്നത്? എന്താടി ഇത്? അനിയത്തിയുടെ കെട്ടിയന്റെ കൂടെ നിനക്കും പോയി പൊറുക്കണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ നിനക്ക് വേറെന്തോ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ല എന്ന് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നു. ഒന്നും ചെയ്യാനാകാതെ രാധികയെ നിൽക്കുന്നു. രാധികയുടെ കഴുത്തിന് അമർത്തി പിടിച്ചിട്ട് മുത്തശ്ശി പറയുന്നു, എനിക്ക് എൻ്റെ പ്രിയങ്കമോളുടെ ജീവിതമാണ് വലുത്, അതിനുവേണ്ടി നിന്നെ കൊല്ലേണ്ടി വന്നാലും ഞാൻ കൊല്ലും. മുത്തശ്ശി വിട് എന്നൊക്കെ രാധിക പറയുന്നു. ആ സമയം തന്ത്രി ദേവനാരായണൻ തിരുമേനി രാധികയെ വിളിക്കുന്നുണ്ട്. വിട മുത്തശ്ശി എന്നൊക്കെ രാധിക വീണ്ടും വീണ്ടും പറയുന്നു. കഴുത്തിൽ വീണ്ടും അമർത്തി പിടിക്കുകയാണ് മുത്തശ്ശി. ഇരിക്കെവിടെ എന്ന് പറഞ്ഞ് പൂജാമുറിയിൽ ഇരുത്തുകയാണ്. അനങ്ങി പോകരുത് ഇവിടുന്ന്, കേട്ടല്ലോ, തിരിഞ്ഞു നോക്കിയാലുണ്ടല്ലോ നിന്നെ കൊന്നു കളയും ഞാൻ എന്നും തിരുമേനി പറയുന്നു. അവിടേക്ക് ദേവനാരായണൻ തിരുമേനി വന്നിരിക്കുകയാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുന്നു. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോൾ രാധിക മോള് പ്രാർത്ഥിച്ച് തീർന്നിട്ടില്ല, എന്നെ കണ്ടപ്പോൾ എഴുന്നേറ്റാൻ തുടങ്ങി. അവിടെ ഇരുന്നോ, പ്രാർത്ഥിച്ച് തീർന്നിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതാണ് എന്ന് മുത്തശ്ശി. നന്നായി എന്ന് ദേവനാരായണൻ. പ്രിയങ്കയും കൂടി പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവള് മാത്രമല്ലേ ഉള്ളൂ, എന്തിനാണ് ഒരു വിരോധം എന്ന് മുത്തശ്ശി പറയുകയും രാധികയുടെ നെറ്റിയിൽ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണെന്ന് തിരുമേനി പറയുന്നു. ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണ് മോളെ, പൂജാ സാധനങ്ങളുമായി പെട്ടെന്നങ്ങ് വന്നേക്കണമെന്ന് തിരുമേനി പറയുന്നുണ്ട്. തിരുമേനി പോയതിനു ശേഷം ആ നെറ്റി ഒറ്റ തട്ടുകയാണ് മുത്തശ്ശി. എഴുന്നേക്കടി എന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു, അതും ദേഷ്യത്തോടെ. അങ്ങോട്ട് പോകാൻ എന്ന് പറഞ്ഞ് അപ്പുറത്തെ വശത്തു കൂടെ പറഞ്ഞു വിടുകയാണ്. പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരൊറ്റ തള്ള്. കഴുകി കളയാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ടാപ്പ് തുറന്ന് കൊടുക്കുകയാണ് മുത്തശ്ശി. രാധിക അതിപ്പോൾ തുടച്ച് കളയുന്നു, കഴുകി കളയുകയാണ്. രാധികയെ കണ്ട് മര്യാദയ്ക്ക് ഉരച്ച് കഴുകടി എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് കഴുകി കളയിപ്പിക്കുന്നു. ഉരച്ച് കഴുകടി അങ്ങോട്ടെന്ന് പറഞ്ഞ് മുത്തശ്ശിയും അത് കഴുകി കൊടുക്കുകയാണ്. നോക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് പൈപ്പിന്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ തല വെച്ച് കൊടുക്കുകയാണ് മുത്തശ്ശി. നന്നായിട്ട് അങ്ങോട്ട് തുടച്ച് കളയാൻ. എന്താ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നത്, എന്തെങ്കിലും പശ ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. അമ്മ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് യശോദ അവിടേക്ക് ഓടിയെത്തി. ഒരു ക്രൂരത തന്നെയാണ് ഇപ്പോൾ മുത്തശ്ശി രാധികയോട് കാണിക്കുന്നതിന്റെ കാരണം അവളോട് ചോദിച്ചു നോക്കെന്ന് മുത്തശ്ശി. എന്താ മോളെ എന്ന് യശോദ എന്താ എന്ന് വീണ്ടും ചോദിക്കുന്നു. പൂജാമുറിയിൽ നിന്ന് സിന്ദൂരം എടുത്ത് നെറ്റിയിൽ ഇട്ടേക്കുന്നു ഈ തന്തയും തള്ളയും ഇല്ലാത്തവൾ. ഭാഗ്യം കൊണ്ട് ദേവൻ അത് കണ്ടില്ല. കണ്ടിരുന്നെങ്കിലോ എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിലോ എല്ലാം പറഞ്ഞ് കേൾപ്പിക്കില്ലേ, അതോടെ പ്രിയങ്കയുടെ ജീവിതം ഇല്ലാതാകില്ലായിരുന്നോ? അമ്മ ഞാൻ അറിയാതെ എന്നൊക്കെ രാധിക പറയുന്നു. അറിയാതെയോ? മനസ്സറിയാതെ ആരാടി സിന്ദൂരവും ചാർത്തി മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? നീ ഇത് കരുതിക്കൂട്ടി ചെയ്തതാ. നിന്റെ ഉള്ളിൽ പകയാണ് നിന്നെ വളർത്തിയ ഈ കുടുംബത്തോടും ഇവിടുന്ന് കണിമംഗലത്തേക്ക് പോയ പ്രിയങ്ക മോളോടും എന്ന് മുത്തശ്ശി. വേണ്ടമ്മേ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് യശോദ. കാലം കുറച്ചായല്ലോ ഭർത്താവും ഭാര്യയും കൂടി എല്ലാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇവളെന്തെങ്കിലും പഠിച്ചോ? എങ്ങനെ പഠിക്കും എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. നേരെ ചൊവ്വേ ജനിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നു, വേണ്ട, ഇനി എൻ്റെ ജന്മത്തെ കുറ്റം പറയണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശി രാധികയുടെ കാരണത്തൊന്ന് കൊടുത്തു. വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാധിക. എന്താടി പറഞ്ഞാല് കേട്ടോടി, ഇവളുടെ ധിക്കാരം. കെട്ടിച്ചു കൊടുത്ത മോള് കെട്ടുതാലിയും പറിച്ച് ഈ കുടുംബത്തിൽ വന്നിരിക്കുമ്പോൾ അന്ന് മനസ്സിലാകും ഇങ്ങനെ ഒരുത്തിയെ വളർത്തിയതിന്റെ ദോഷം എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. വീണ്ടും രാധിക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവളെ അടിച്ച് പുറത്താക്കണമെന്ന് മുത്തശ്ശി പറയുന്നു. അത്രയും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു. സങ്കടത്തോടെ യശോദ രാധികയുടെ അടുത്തേക്ക് വന്നിട്ട് രാധികയെ സമാധാനിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാധിക പറയുന്നു, തെറ്റാണ് അമ്മേ, പക്ഷെ എന്തോ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്. ഇന്നലെ എൻ്റെ കഴുത്തിൽ താലി വീണ ദിവസമാണ്.
പകരക്കാരിയാണ് എന്ന വെറും കളിപ്പാട്ടമാണെന്ന് ആരൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ അത് പതിഞ്ഞു കിടക്കില്ലേ? ഞാനത് ചെയ്തു പോയി എന്നൊക്കെ കരഞ്ഞുകൊണ്ട് രാധിക പറയുന്നു. മോളെ, അമ്മയ്ക്കത് മനസ്സിലാകും മോളെ, പക്ഷെ അത് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ നീ മനസ്സിലാക്കിയേ പറ്റൂ. രാധിക പറയുന്നു. അമ്മേ, ഞാൻ ആരോടും ഒന്നും പറയില്ല, എന്നെ കൊന്നാലും പറയില്ല. പക്ഷേ അമ്മ മുത്തശ്ശിയോട് പറയണം, എന്നെ പ്രസവിച്ച അമ്മയെക്കുറിച്ച് ഒരുപാട് എൻ്റെ മുന്നിൽ വെച്ച് പറയരുതെന്ന്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എന്നെ പ്രസവിച്ച സ്ത്രീയല്ലേ. കൂടെ കൂടി അത് കേൾക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് രാധിക വീണ്ടും കരയുന്നു. ഇതേ സമയം അതേ ക്ഷേത്രത്തിലെത്തുകയാണ് ശ്യാമ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.